ADGP MR അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഷൗക്കത്ത് അലി IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തകർത്ത് തരിപ്പണമാക്കുകയാണ്. MR അജിത് കുമാർ പ്രതിയാണെന്ന് അന്വേഷണത്തിൽ പകൽ പോലെ വ്യക്തമായിട്ടും രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടോ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് മടക്കിയ DGPക്ക് കിട്ടിയത് ഒന്നുകൂടി കുരുക്കുമുറുക്കിയിട്ടുള്ള റിപ്പോർട്ടാണ്. കൂത്തുപറമ്പ് DYFIക്കാർക്ക് നേരെ വെടിവെച്ച് 5 പേരെ കൊന്നയാളെ പിണറായിയുടെ വിശ്വസ്തനായതും DGP ആയതും എങ്ങനെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ അതിലൊരു പക്ഷേ രഹസ്യങ്ങൾ ഒരുപാടുണ്ടാകാം. അങ്ങനെയാകാം ഒരു പക്ഷേ റവാഡ ചന്ദ്രശേഖർ DGP ആയതും. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ജീവച്ഛവമാക്കിയ പോലീസുകാരും അതിനെ അട്ടിമറിക്കാൻ നോക്കിയ ADGPയും ഇപ്പോഴത്തെ ഭരണത്തിലും ചിലപ്പോൾ പുണ്യാളനാകാൻ നോക്കുന്നുവെങ്കിൽ അതിനു പിന്നിലും ചില രഹസ്യങ്ങൾ കാണും. എന്നാൽ ഷൗക്കത്ത് അലി IPSന് മുന്നിൽ കള്ളത്തരം ചെയ്തവൻ കള്ളനാണ്, തെമ്മാടിത്തരം കാണിക്കുന്നവൻ തെമ്മാടിയാണ്, പൂട്ടുക തന്നെ ചെയ്യും. ഇനി മുകളിൽ നിന്നും എന്തൊക്കെ സമ്മർദ്ദമുണ്ടായാലും അങ്ങനെ തന്നെ. അത് നിയമിക്കുന്നവർ മുൻകൂട്ടി ആലോചിക്കണമായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് ഷൗക്കത്ത് അലിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ പലരും ധരിച്ചിരുന്നത് ഇതാ മർദ്ദിച്ചു പോയ ഗൺമാന്മാരെ മാത്രം പുറത്താക്കിയാൽ സംഭവം തീരും എന്നുള്ളതായിരുന്നു. പക്ഷേ ഷൗക്കത്ത് അലി അരിച്ചു പെറുക്കിയപ്പോൾ സാക്ഷാൽ ADGP ഏമാൻ തന്നെയാണ് ഇതിൽ ഒന്നാം പ്രതിയായത്. അപ്പോൾ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ട് മാത്രമേ ഷൗക്കത്ത് അലിയും സംഘവും ഈ പണി മതിയാക്കുകയുള്ളൂ. അങ്ങനെ വീണ്ടും DGPക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിൽ ADGP MR അജിത് കുമാറിൻ്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ SIT. അജിത് കുമാറിൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടുള്ള തുടരന്വേഷണ റിപ്പോർട്ട് തന്നെയാണ് DGPയുടെ കയ്യിലേക്ക് ഷൗക്കത്ത് അലി വെച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തെളിവുകളുമാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. എല്ലാ തെളിവുകളും കയ്യിലുള്ള SIT DGPയുടെ റിപ്പോർട്ട് മടക്കലിന് ശേഷം വ്യക്തത വരുത്തിയത് അതിവേഗത്തിലാണ്. അതിൽ ഞെട്ടിപ്പോയ കേരള പോലീസും DGPയും MR അജിത് കുമാറിൻ്റെ അഭിപ്രായം അറിയാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നും ചില വാർത്തകൾ വരുന്നു. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറുമോ എന്നതിലാണ് ജനങ്ങൾക്ക് ആകാംക്ഷ. നമുക്കറിയാം, നന്നായി അന്വേഷിച്ച് ADGPയുടെ ഓഫീസിൽ തന്നെ നേരിട്ട് കയറി ആദ്യം റിപ്പോർട്ട് നൽകിയത് കഴിഞ്ഞ 23-ാം തീയതിയാണ്. എന്നാൽ 20 ദിവസത്തോളം അതിൻ്റെ മുകളിൽ കയറി അടയിരുന്ന DGP SIT റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് മടക്കി അയച്ചത്. റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിലെ വ്യക്തതക്കായി തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മടക്കിയത്. SITയോട് DGP ചോദിച്ചത് 5 സംശയങ്ങളായിരുന്നു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം പിണറായിയുടെ പോലീസ് അന്വേഷിച്ച് ആ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ തന്നെ അത് ADGP അജിത് കുമാർ തന്നെയാണ് തിരുത്തിയത് എന്ന് SIT കണ്ടെത്തി. എന്നാൽ തിരുത്തി എന്ന് പറയുന്ന ദിവസം അജിത് കുമാർ ഓഫീസിലുണ്ടായിരുന്നോ എന്നുള്ളതാണ് വ്യക്തത വരുത്താൻ പറഞ്ഞത്. അതിലെന്തെങ്കിലും അവ്യക്തത കണ്ടാൽ അജിത് കുമാറിനെ രക്ഷിച്ചെടുക്കാം എന്നൊരു ചിന്ത DGPക്കും വേറെ ചിലർക്കും വന്നു കാണും. എന്നാൽ കേസ് അന്വേഷിച്ചത് ഷൗക്കത്ത് അലി IPS ആണ്. മുമ്പുള്ളതിനേക്കാളും ഭംഗിയായി, അതിനേക്കാളും കുറച്ചുകൂടി തെളിവുകൾ കൂടി നൽകി ADGP അജിത് കുമാറിനെതിരെ വ്യക്തമാക്കിയാണ് വീണ്ടും റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ SIT തുടരന്വേഷണം നടത്തിയ ശേഷമാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ MR അജിത് കുമാർ എന്ന പോലീസ് ക്രിമിനൽ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചിരിക്കുകയാണ് ഷൗക്കത്ത് അലി IPS. എന്നിട്ടും ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് വരും നാളുകളിൽ വ്യക്തമാകും.